എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 34 ഇഞ്ച് വണ്ണവും 14 ഇഞ്ച് ഇറക്കവും ഉള്ള ഒരു സാരി ബ്ലൗസ് ഏതാണ്ട് ഒരു 80 സംതിങ് സെൻറ്റിമീറ്റർ ഉള്ളൂ. 80 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം 80 സെൻറ്റിമീറ്റർ. 80 സെൻറ്റിമീറ്റർ കൊണ്ട് നമുക്ക് എങ്ങനെ ഈ ബ്ലൗസ് ഈസി ആയിട്ട് വെട്ടിയെടുക്കാമെന്നും ഇതിൻ്റെ സപ്ലൈ പീസ് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാമെന്നും ഉള്ള ഒരു കട്ടിങ്ങാണ് ഇന്ന് കാണിച്ചു തന്നെ. പലരും തുണി കുറവാണ്, തുണി കുറവ് വരുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, സാരി ബ്ലൗസ് വിത്തൊക്കെ തയ്ക്കും, നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അതെങ്ങനെ മാനേജ് ചെയ്യും എന്നതിനെപ്പറ്റി പല പ്രാവശ്യവും ചോദിച്ചു. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്ന് എളുപ്പ വഴി നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അതിനാദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ തേര് പീസ് ഇത് രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. ഈ തേര് പീസിൻ്റെ ഈ സൈഡിൽ നമ്മൾ ആദ്യം ഒരു 12 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇങ്ങനെ 12 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് ഇങ്ങനെ വരണം. ഈ 12 ഇഞ്ചിൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നോക്കണം. അപ്പോൾ ഇത്രയും നമ്മൾ കൈ എടുക്കാനായിട്ട് ബാലൻസ് ഇടണം. നമുക്കെല്ലാ ഇതും കംപ്ലീറ്റ് പാർട്സും വെട്ടി റെഡിയാക്കി നിങ്ങളെ കാണിക്കാം കേട്ടോ. നമുക്ക് ഇങ്ങനെ നമുക്ക് ഇത്രയും തുണി കുറവ് വന്നാൽ നമുക്ക് എങ്ങനെ തയ്ക്കാൻ പറ്റും എന്നുള്ള എളുപ്പ വഴിയിലുള്ള ഒരു രീതിയാണ് കാണിച്ചു തരുന്നത്. എപ്പോഴും നമ്മൾ മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ അടിവശം നമ്മൾ 1/2 ഇഞ്ച് തുമ്പ് കൊടുക്കുന്നു. 1/2 ഇഞ്ച് ഇങ്ങനെ തുമ്പ് കൊടുത്തിട്ട് നമ്മൾ 14 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു. നെറ്റ് 14. തുണി കുറവുള്ളത് കൊണ്ട് ഒരുപാട് തുമ്പ് നമ്മൾ കളയരുത്. 2 മാർക്കും കൊടുക്കണം. 2 മാർക്കും ഇങ്ങനെ തന്നെ കൊടുത്തിട്ട് നമുക്ക് അതായത് ഷോൾഡർ വരുന്നത് 5.5 ഇഞ്ചാണ്. 5.5 ഇഞ്ച് ഷോൾഡർ ഇവിടെ കൊടുത്തു. കൈക്കുഴി നമ്മൾ സെയിം 5.5 തന്നെ കൊടുത്തു. കറക്റ്റ് ഇങ്ങനെ തന്നെ വരച്ചിട്ട് രണ്ടര ഇഞ്ചാണ് നെക്കിൻ്റെ വൈഡ്. നമുക്ക് 7.5 ഇഞ്ച് തീർന്ന് കിട്ടണം. അപ്പോൾ 7.25 മാർക്ക് ചെയ്ത് 2.5 ഇവിടെയും മാർക്ക് ചെയ്ത് ഒരു സ്ക്വയർ വരയ്ക്കുന്നു. 34 34ൻ്റെ കൂടെ 4 കൂടെ ചേർത്ത് 38. അപ്പോൾ 38ൻ്റെ 4/1 പറയുമ്പോൾ 9.5 ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണം. ഇവിടെ മാർക്ക് ചെയ്തു. 28 നമ്മുടെ ഇടുപ്പ് വണ്ണം. അത് 7 ഇഞ്ച് ഇവിടെയും കൊടുത്തിട്ട് ഇത് സ്ട്രെയിറ്റിൽ തന്നെ നമ്മളിങ്ങനെ വരച്ചു. ഒന്നേകാൽ ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തു. ഈ തയ്യൽ തുമ്പും ഇങ്ങനെ തന്നെ നമ്മൾ വരച്ചിട്ട് കൈനീളം നമുക്ക് 34ൻ്റെ കൈക്കുഴി 34ൻ്റെ 4/1 1 ഇഞ്ച് കുറച്ച് 7.5 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് ഈ 5.25 ഇത് നേരെ സെൻറ്റർ 2.5 ഒരു പോയിൻറ്റും കൊടുത്തിട്ട് ഇവിടുന്ന് കൈക്കുഴിയുടെ മാർക്ക് ചെയ്യണം. പല വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ട് 7.5 ഇഞ്ച് കൈക്കുഴി തീർന്ന് കിട്ടുന്നുണ്ടോ എന്ന് ഇതുവഴി ഇങ്ങനെ നടന്നു പോകണം. കറക്റ്റ് 7 നമുക്ക് വരുന്നുണ്ട്. ചെറിയൊരു ഷോൾഡർ ചെരിവും കൊടുത്തു. അപ്പോൾ ഏതാണ്ട് 80 സെൻറ്റിമീറ്ററിൽ നമുക്ക് ഈ കട്ടിങ് നിൽക്കണം. അപ്പോൾ സാരി വിത്തൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരും. അതെങ്ങനെ ക്ലിയർ ചെയ്ത് നമുക്ക് വെട്ടാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് കറക്റ്റ് ബാഗിനൊക്കെ ഇങ്ങനെ ഞാൻ കത്രിക വെച്ച പോലെ തന്നെ വെട്ടിയെടുക്കണം. കണ്ടോ, ഇങ്ങനെ വെട്ടി ഷോൾഡർ ഈ ഷേപ്പും വെട്ടി ഇതുപോലെ ഈ മാർക്കിൽ കൂടെ തന്നെ വെട്ടിയെടുക്കണം. മാർക്കിൽ കൂടെ തന്നെ നമ്മൾ വെട്ടിയെടുക്കുന്നു. ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് പീസ് വെട്ടിയെടുത്തു. തുണി കുറവുള്ളതുകൊണ്ട് അവിടെ ഇവിടെ ഒന്നും കത്രിക കയറിക്കൊള്ളില്ല. നമുക്ക് സപ്ലൈ പീസ് എല്ലാം വേണമല്ലോ. അപ്പോൾ ഇതൊക്കെ ഇനി നമുക്ക് ഫ്രണ്ട് പീസ് വെട്ടണം. ഫ്രണ്ട് പീസ് വെട്ടുന്നത് നമ്മൾ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം, ഒരു കുഴപ്പമില്ല.
ജോയിൻ്റ് ഒന്ന് കീറി വിടണമെന്നുള്ളതേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട് പീസ് ഈ സൈഡിൽ നിന്ന് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫ്രണ്ട് ഇട്ട് നോക്കുമ്പോൾ നമുക്ക് നോക്കിക്കോണം, ഒരു 3 ഇഞ്ച് ഇങ്ങോട്ട് കിട്ടുന്നുണ്ടോ എന്ന് പ്രത്യേകം നോക്കണം. നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ഈ മടക്കിയിട്ട പീസ് നിങ്ങൾ കണ്ടല്ലോ, ഇത് കാണിച്ചു തരാം. ഈ മടക്കിയിട്ട പീസിലോട്ട് കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഫ്രണ്ട് ഇടുന്നു. ഫ്രണ്ട് ഇടുമ്പോൾ 1.5 ഇഞ്ച് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യണം. ഈ അടിവശത്ത് നിന്ന് ഇവിടെയും 1.5 മാർക്ക് ചെയ്യണം. അപ്പം നമുക്ക് 80 സെൻറ്റിമീറ്ററിൽ 14 ഇഞ്ച് നീളത്തിനുള്ള 34 ഇഞ്ച് വണ്ണവുമുള്ള ബ്ലൗസ് എങ്ങനെ വെട്ടിയെടുക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇപ്പം ഇങ്ങനെ ഇട്ടു. 4 ഇഞ്ച് നമ്മൾ ഇവിടെ തള്ളി ഒരു വര കൊടുത്തു. ഈ തേര് പീസേ കൂടെ തന്നെ ഒരു വര കൊടുത്തു. അപ്പം മിക്കവാറും എല്ലാം ഈ സാരി വിത്തൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും വരാൻ വഴിയുള്ളൂ. എന്നിട്ട് ഈ ഷോൾഡറിൻ്റെ ഇവിടുന്ന് നമുക്ക് 5.5 ഇഞ്ച് തീർന്ന് കിട്ടണം സാരി ബ്ലൗസ്. അപ്പം 1/2 ഇഞ്ച് തുമ്പ് തള്ളി 5.25 നമ്മൾ മാർക്ക് ചെയ്ത് സ്ക്വയർ വരയ്ക്കുന്നു. സ്ക്വയർ വരച്ചിട്ട് നമുക്ക് ഈ വിത്ത് 2.25 തീർന്ന് കിട്ടുമോ എന്ന് പ്രത്യേകം നോക്കണം. കറക്റ്റ് 2.25 കിട്ടുന്നുണ്ട്. മനസ്സിലായി? ഇനി നമുക്ക് ഇതുവഴി തന്നെ ഇതൊന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ നെക്ക് നല്ലപോലെ റൗണ്ട് വരച്ച് കൊടുക്കണം. ഈ ഫ്രണ്ട് നെക്ക് വെട്ടുമ്പോൾ കാണുന്നുണ്ടല്ലോ, നല്ല റൗണ്ട് വരച്ച് കൊടുത്ത് നമ്മൾ ഇതുവഴി ഇങ്ങനെ തന്നെ വെട്ടുന്നു. പിന്നെ കൂടെ വെട്ടി ഫ്രണ്ട് പീസ് നല്ല റൗണ്ടിൽ നമുക്ക് ഈ ബ്ലൗസിൽ തന്നെ നമ്മുടെ ഹുക്ക് പടിയും ക്രോസ് പീസും എല്ലാം വെട്ടിയെടുക്കണം. ഞാൻ വെട്ടിയിട്ട് 3 ഇഞ്ച് നമ്മൾ ഈ മാർക്കിൽ നിന്ന് 3 ഇഞ്ച് ഇവിടെ തള്ളിയിട്ട് ഇങ്ങനൊരു മാർക്ക് കൊടുക്കുന്നു. മാർക്ക് കൊടുത്തിട്ട് നമുക്ക് ഇതങ്ങ് മാറ്റാം. ബാക്ക് പീസ് അങ്ങ് മാറ്റിയിട്ട് 4 ഇഞ്ച് നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്യുന്നു, 4 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്യുന്നു. ഇങ്ങനൊരു വര വരയ്ക്കുക. എന്നിട്ട് ഈ സൈഡിൽ വന്ന പീസ് നമ്മൾ ശ്രദ്ധാപൂർവം മാറ്റാനാണ്. എന്നിട്ട് 3.5 ഇഞ്ച് ഡാട്ടിൻ്റെ വിത്ത് കൊടുക്കണം. 9 ഇഞ്ച് തീർന്ന് മെയിൻ ഡാട്ട് കിട്ടും. ഇവിടുന്ന് നേരെ സ്ട്രൈറ്റ് നമ്മുടെ ബാൻഡ് വരെ ഒരു വര കൊടുത്തിട്ട് 3/4 ഇഞ്ച് ഇവിടുന്ന് താത്തിട്ട് ഇങ്ങനെ വരയ്ക്കണം. എന്തിന്? നമ്മുടെ ബെൽറ്റ് പീസ് നമുക്ക് കൈയോടെ വെട്ടിയെടുക്കാം. ബെൽറ്റ് പീസ് വെട്ടി പീസ് 1/2 ഇഞ്ച് ഇവിടെ തുമ്പ് കൊടുത്തിട്ട് 1/2 ഇഞ്ച് ഇവിടെ തുമ്പ് കൊടുത്തിട്ട് 8 ഇഞ്ചാണ് നമ്മുടെ വേസ്റ്റ്. 7 ഇഞ്ച് മാർക്ക് ചെയ്തു. 1.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് നേരെ ഇങ്ങനൊരു നല്ല ക്രോസിലൊരു വര കൊടുത്തിട്ട് നമ്മുടെ ബെൽറ്റ് പീസ് നമുക്ക് ഓക്കെ ആയി. ഫ്രണ്ട് പീസ് ഒന്ന് തിരിച്ചറിയാൻ നമ്മളിവിടെ ഒരു മാർക്കും കൊടുത്തിട്ട് ഒരു 1/4 ഇഞ്ച് ഇവിടെ എടുത്തു വിടുന്നു. അത് നമ്മുടെ ഈ സെൻറ്റർ കൊണ്ട് തീരണം. ടക്കിൻ്റെ ഈ സെൻറ്റർ കൊണ്ട് അത് തീരണം. അപ്പോൾ നമുക്ക് ബെൽറ്റ് പീസുമായി ബാക്ക് പീസ് നമ്മൾ വെട്ടി. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാം. ഫ്രണ്ട് പീസ് ഇനി നമുക്ക് മെയിൻ ഡാട്ടിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട്. 3 ഇഞ്ച് വിത്ത് കൊടുക്കണം. 1.5 ഇങ്ങോട്ട് 1.5 ഇവിടെ 1.5. എന്നിട്ട് ഡാട്ട് നമ്മൾ ശരിക്കിങ്ങനെ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് 3/4 ഇഞ്ച് ഈ ഭാഗത്തുനിന്നും 3/4 ഇഞ്ച് ഈ ഭാഗത്തുനിന്നും ഇങ്ങനെ ഈ ഡാട്ടിൻ്റെ എൻഡ് വരെ എടുത്തു വിടും.
ഇത് കട്ട് ചെയ്യണം. ഇതിങ്ങനെ കട്ട് ചെയ്തു. ഒരു ചെറിയ ക്രോസിൽ പോകണം, കുത്തനെ ഒരു മൂലയായിട്ട് വെട്ടരുത്, ചെറിയൊരു റൗണ്ട് പോലെ ആയിക്കോട്ടെ. ഇനി ഒരു അര ഇഞ്ച് ഇവിടുന്ന് കയറി നിൽക്കുന്ന പോലെ സെൻറ്ററിലായിട്ട് കൊടുക്കണം. 1/4 ഇഞ്ച് ഇവിടെ നമ്മൾ എടുത്ത് കളയണം, നമ്മുടെ നെക്കൊക്കെ നമുക്കൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടി. ഇങ്ങനെ 1/4 ഇഞ്ച് ഇവിടുന്ന് താർത്ത് ഒരു 3/4 ഇഞ്ച് സെൻറ്ററിൽ വരുന്ന പോലെ കൈ ഒന്ന് കുഴിച്ചു കൊടുക്കണം. ഇങ്ങനെ തന്നെ കുഴിച്ചു കൊടുക്കണം. ഏകദേശം കൈയുടെ കുഴിവിൻ്റെ സെൻട്രൽ വരുന്നത് പോലെ, കൈയുടെ സെൻട്രൽ വരുന്നത് പോലെ നമുക്കൊരു മാർക്ക് കൊടുക്കണം. ഇങ്ങനെ എന്തിനാണ്? നമ്മുടെ കൈക്കുഴിയിൽ നിന്ന് വരുന്ന ഡാട്ട 1/4 ഇഞ്ച് ഈ മെയിൻ ഡാട്ടുമായിട്ട് വ്യത്യാസം വരുന്ന രീതിയിൽ കൊടുത്ത് നമുക്ക് നമ്മുടെ 3 ഡാട്ടുമായി. ഇനി നമുക്ക് തുണി വളരെ കുറവാണ് എങ്കിലും നമുക്ക് ഈ ബാക്ക് പീസും വെച്ച് ഫ്രണ്ട് പീസും വെച്ച് നമുക്ക് ഈ സൈഡ് ഏകദേശം കറക്റ്റാണോ എന്നൊന്ന് നോക്കണം. ഏത് ബ്ലൗസ് പറ്റിയാലും നിങ്ങളത് നോക്കിയിട്ടേ ഉള്ളൂ സ്റ്റിച്ച് ചെയ്യാനിരിക്കാവുള്ളൂ. ചേർത്ത് വെക്കണം. ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഒപ്പം വെച്ചിട്ട് ഇങ്ങനെ നോക്കണം സൈഡ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ. സൈഡ് ഒക്കെ കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത്, ഒരു ശകലം പോലും നമുക്ക് വ്യത്യാസമില്ല. നമ്മുടെ ബാഗിൽ നമ്മൾ ഹെമ്മിങ്ങിനുള്ള പീസ് പിടിക്കുമ്പോഴും സൈഡ് പീസ് പിടിക്കുമ്പോഴും വളരെ കറക്റ്റായിട്ടാണ് ഇത് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതങ്ങ് മാറ്റാം. ഇനി നമ്മൾ കയ്യിലേക്ക് പോകുന്നു. കൈ നമ്മൾ വിലങ്ങൻ പീസാണ് കൊടുക്കുന്നത്. ഈ തേര് പീസ് രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇതെങ്ങനെ ഇടണം. ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെയാണ് നമ്മൾ കൈ എടുക്കുന്നത്. ഇങ്ങനെ മടക്കിയിടണം. എന്നിട്ട് നമ്മൾ നോക്കണം, ചുമ്മാ ഇങ്ങനെ നോക്കിയാൽ നമുക്ക് 7.5 ഇഞ്ച് കൈക്കുഴി തീർന്ന് കിട്ടുമെന്ന് നോക്കണം. ഉറപ്പായിട്ടും കിട്ടും. ഇപ്പം നമ്മൾ 1 ഇഞ്ച് കയറ്റി ഇവിടുന്ന് മാർക്ക് ചെയ്യണം. തേര് പീസ് ആയതുകൊണ്ട് 1 ഇഞ്ച് മതി ഹെമ്മിങ്ങിന് കൊടുക്കും. 11 ഇഞ്ചാണ് കൈ ലൂസ്. 5.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. 8 ഇഞ്ച് കൈ നീളം മാർക്ക് ചെയ്തു. താഴേന്ന് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കും. 2 വരെ ഇങ്ങനെ വരയ്ക്കുന്നു. ഇങ്ങനെ. ഇനി നമ്മൾ 3.5 ഇഞ്ച് താഴോട്ട് ഷേപ്പ് ചെയ്യാനായിട്ട് കൊടുക്കും വരയ്ക്കുന്നു. എന്നിട്ട് ഇങ്ങനെ നോക്കും, നമുക്ക് 7.5 ഇഞ്ച് തീർന്ന് കിട്ടുമോ? ഉറപ്പായിട്ടും കിട്ടും. ഈ ഷേപ്പ് സ്കെയിലിന് ഇങ്ങനൊരു വര, എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഡോട്ട് ഇട്ടണം. നോക്കിയിട്ട് നമ്മുടെ ബാക്ക് പീസ് എടുത്തിട്ട് തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് ഇവിടെ തള്ളണം, ഷോൾഡറിൻ്റെ ഭാഗത്ത്. എന്നിട്ട് കൈ ഇങ്ങനെ വെച്ച് നോക്കണം. കൈ കറക്റ്റായിട്ട് നമുക്ക് കൈക്കുഴി വന്നിട്ടുണ്ട്. ശകലം പോലും നമുക്ക് കൈക്കുഴി വെട്ടി മാറ്റേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് തന്നെ നമുക്ക് കൈക്കുഴി വന്നിട്ടുണ്ട്. നമുക്ക് കൈ വെട്ടാം. നമ്മൾ കൈ ഇതാവട്ടെ, കൈ ഇങ്ങനെ വെട്ടി വണ്ണം കൂട്ടാനുള്ള ഏകദേശം 1.5 ഇങ്ങനെ വെട്ടി. ഇനി നമ്മൾ ചെയ്യുന്നത് കൈക്കുഴി നമുക്ക് കുഴിച്ച് വെട്ടണം. ഫ്രണ്ട് കൈ ഇങ്ങനെ നൂർത്തിട്ടിട്ട് നൂർത്തിടണം. 1.25 ഇഞ്ച് ഇവിടെ കൊടുത്തു. ഏകദേശം 1.5-1.25 ഇവിടെയും കൊടുക്കുന്നു. ഇതിൻ്റെ നടുക്ക് നമുക്ക് 3/4 ഇഞ്ച് കുഴിവ് വരുന്ന പോലെ വെട്ടണം. ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്ക് ഇങ്ങനെ വെട്ടുന്നു. അപ്പോൾ 80 സെൻറ്റിമീറ്ററിൽ നമുക്ക് ഏകദേശം എല്ലാം കിട്ടിയിരിക്കുവാണ്. ഇനി നമുക്ക് ബാക്ക് പീസ് കിട്ടി, ഫ്രണ്ട് പീസ് നമ്മൾ വെട്ടിയെടുത്തു.
ബെൽറ്റ് വെട്ടിയെടുത്തു, കൈ വെട്ടിയെടുത്തു. ഇപ്പം ഇത്രയും നമ്മൾ കട്ടിക്കും. ഇനി നമുക്ക് വേണ്ടത് ഹുക്കിൻ്റെ പടി. ഹുക്കിൻ്റെ പടി എത്രയാണ്? നമ്മൾ ഏകദേശം ഇത്രയും മതി, 1.5 ഇഞ്ച് മേളിലുണ്ട് ഹുക്ക് പടി നമ്മൾ വെട്ടിയെടുത്തു. ഇനി നമുക്ക് ഐ വെക്കാനുള്ള പീസ് കിട്ടണം. സെയിം പീസ് നമുക്ക് നോക്കാം എങ്ങനെ വരുന്നു എന്നുള്ളത്. ഐ വെക്കാനുള്ള പീസ് നമ്മളിതാ ഇതിൽ നിന്ന് തന്നെ വെട്ടിയെടുക്കുന്നു. ഏകദേശം നമുക്ക് വേണ്ടത് 10 ഇഞ്ച് മതി മാക്സിമം. ബാക്കി നമുക്ക് വെട്ടുമ്പോൾ 10ഉം 3ഉം ഐ വെക്കുന്ന ഐ പിടി. അപ്പോൾ 1 ഇഞ്ച് നമുക്ക് തീർന്നു കിട്ടും. പാർട്സ് കിട്ടത്തില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടി കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഐ വെക്കാനുള്ള പീസും ആയി. ഇനി നമുക്ക് എന്താ വേണ്ടത്? കഴുത്തിന് ക്രോസ്. ഇത് കണ്ടോ, ഈ ഒരു പീസ് നമുക്ക് നല്ല, ഇത് പൊതുവേ വെച്ചിട്ട് ക്രോസാണ്. അത് നമുക്ക് കൈ വെട്ടുമ്പം വരുന്ന തുണിയാണ്. ഇതിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മൾ കറക്റ്റ് ലെവലിൽ വരെ ഇങ്ങനെ വരെ വരച്ചിട്ട് ഒന്നേകാല് വരയ്ക്കണം. ഇപ്പം നിങ്ങൾക്ക് വരച്ച് കാണിക്കുന്നതുകൊണ്ടാണ് ഞാൻ വരച്ച് വെട്ടുന്നത്. ഇല്ലെങ്കിൽ ഞാൻ വെട്ടിയെടുക്കുകയുള്ളൂ സാധനം. ഒരു ചെറിയ പീസ് ഇടുന്നുണ്ട്, അഥവാ തികയാതെ വന്നാൽ. ധാരാളം ഇത്രയും പീസ് മതി നമുക്ക് കഴുത്തിന് പൈപ്പിംഗ് കൊടുക്കാൻ. കണ്ടത് ഇപ്പം നമുക്ക് ഇതുണ്ട്, ഇത്രയും പീസ് നമുക്ക് ക്രോസ് പീസും ആയി. സത്യത്തിൽ ഇത്രയും പീസ് നമുക്ക് ബാലൻസാണ്. ഇനി നമുക്ക് വരുന്നതിനെന്ന് പറഞ്ഞാൽ ബെൽറ്റ് പീസ്. ബെൽറ്റിന് നമുക്ക് ഇതിന് സെയിം തികയാതെ വരുമ്പോൾ നമ്മൾ ബെൽറ്റ് പീസിന് ഇത് ജോയിൻറ്റ് ചെയ്താൽ ഒരുപക്ഷെ ബെൽറ്റ് കിട്ടും. അതിലേക്ക് നമ്മൾ പോകണ്ട, ചെറിയ ചെറിയ ജോയിൻറ്റ് വരും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്താൽ മതി, ഇതിലേക്ക് ബെൽറ്റ് പീസ് മാത്രം ഏകദേശം സെയിം വരുന്ന കട്ട് പീസ് ഇട്ട് കൊടുക്കുക. ബാക്കി നിങ്ങൾ അതുപോലെ തന്നെ വെട്ടിയെടുക്കുക. അപ്പോൾ 80 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ബ്ലൗസ് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. എടുക്കേണ്ട വിധങ്ങളൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ തീർച്ചയായിട്ടും അതിൻ്റെ ഇത് പറഞ്ഞു തരാം. വീഡിയോ എല്ലാവരും കാണുക, ഓൾ ബട്ടൺ അമർത്തുക, കൂടാതെ ഷെയർ ചെയ്യണം. അതുകൂടാതെ നിങ്ങളുടെ കമൻറ്റുകൾ എഴുതണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകളും ലൈക്കും ഒക്കെയാണ് നമ്മുടെ അടുത്ത വീഡിയോയിൽ പ്രചോദനം. അപ്പം സമയം കുറവാണ്. ഈശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന നിറഞ്ഞ പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക്